ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ഇങ്ങനൊരവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം യോസേഫ് എന്നുള്ളതാണ്. അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 2-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 2-ാം വാക്യം. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. യോസേഫിൻ്റെ ഒരു ഛായാചിത്രം ഇവിടെ വരച്ച് കാട്ടിയിരിക്കുന്നു. ബൈബിളിൽ പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് ഒറ്റ വാചകത്തിലാണ്. യോസേഫിൻ്റെ ജീവിതത്തെ ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ സബ്സ്റ്റൻസ് അഥവാ സാരാംശം അതുമാത്രമാണ്. സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ പുതിയ നിയമത്തിൽ ആക്ട്സ് 7:10 അപ്പോസ്തലപ്രവൃത്തി 7:10 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് അതുപോലെ ഗലാത്യ ലേഖനം 6:3 പറഞ്ഞിരിക്കുന്നത് ഒരു സെൻറ്റൻസാണ്: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതുപോലെ മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മോശ അതിസൗമ്യനായിരുന്നു. പുതിയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് യോഹന്നാൻ അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ യേശുവിനെക്കുറിച്ച് അവൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാനെക്കുറിച്ച് വായിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് ഒറ്റ വാചകം. മൈക്കിൾ ആഞ്ചലോ തൻ്റെ ക്രയോൺ ഉപയോഗിച്ച് ഒരു സിംഗിൾ സ്ട്രോക്ക് മൂലം ഒരാളുടെ ഛായാചിത്രം വരയ്ക്കും. അതുപോലെ വലിയവനായ ദൈവം ഒരാളുടെ ജീവിതം ഒറ്റ വാചകത്തിൽ സംക്ഷേപിക്കുന്നു. തിരുവെഴുത്ത് യോസേഫിൻ്റെ ബാഹ്യ ജീവിതത്തെ മാത്രമല്ല, ആന്തരിക അവസ്ഥയെയും വരച്ചു കാട്ടുന്നുണ്ട്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. യോസേഫിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അവൻ നടന്നു. സാധാരണയായി ജീവചരിത്രം എഴുതുന്നവർ കഥാപുരുഷൻ്റെ ജീവിതത്തിലെ ചില വിഷയങ്ങൾ സർപ്പാസ് ചെയ്യാറുണ്ട്, മൂടി വയ്ക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എത്ര വലിയവൻ്റെയും ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ മൂടി വയ്ക്കാറില്ല. ഉദാഹരണമായി നാം അബ്രഹാം, മോശ, ദാവീദ്, ശലോമോൻ തുടങ്ങിയവരുടെ ജീവചരിത്രം വായിച്ചാൽ അവരുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, പാപങ്ങൾ ഇതെല്ലാം ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം സാക്ഷീകരിച്ച ദാവീദിൻ്റെ പാപത്തെ പ്രവാചകൻ മുഖാന്തരം ചൂണ്ടിക്കാണിച്ചു. അവൻ ശിക്ഷയും ഏറ്റുവാങ്ങി. മിസ്രയീമ്യ പ്രധാനമന്ത്രി പോത്തീഫർ യോസേഫിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഉൽപ്പത്തി പുസ്തകം 39:30 നമ്മൾ വായിക്കുന്നത് യോസേഫിനെ കുറിച്ച് പോത്തീഫർ പറഞ്ഞത്: യഹോവ അവനോട് കൂടെ ഉണ്ട്, മാത്രമല്ല അവൻ ചെയ്യുന്നതൊക്കെയും സാധിപ്പിക്കുന്നു എന്ന് അവൻ്റെ യജമാനൻ കണ്ടു എന്നാണ് നാം വായിക്കുന്നത്.
അതുപോലെ പ്രവൃത്തി പുസ്തകം 10:38 പത്രോസ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വെച്ച് പ്രസ്താവിച്ചത് നോക്കുക. പ്രവൃത്തി 10:38 നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ് യോസേഫ്. യോസേഫിൻ്റെ കാര്യത്തിൽ താൻ ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവകൃപ തനിക്ക് ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 37:3 നമ്മൾ വായിക്കുമ്പോൾ യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. 17 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ദൈവം സ്വപ്നത്തിൽ കൂടി അവനോട് സംസാരിച്ചു. അവൻ്റെ സഹോദരന്മാർക്ക് അത് അസൂയ ഉളവാക്കി. എങ്കിലും അവൻ്റെ പിതാവ് ഈ കാര്യം മനസ്സിൽ സംഗ്രഹിച്ചു. നാം ശമൂവേലിനെ കുറിച്ച് വായിക്കുമ്പോൾ ശമൂവേൽ ബാലനായിരിക്കുമ്പോൾ ദൈവം അവനെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതുപോലെ ഇന്നും ദൈവം തിരുവെഴുത്തിൽ കൂടെ വചനത്തിൽ കൂടെ ബാല്യക്കാരെ വിളിക്കുന്നുണ്ട്, ഇന്നും വിളിക്കുന്നു. നമ്മിൽ പലർക്കും സ്കൂൾ വിടുന്നതിന് മുമ്പ് തന്നെ ദൈവവിളി കേൾക്കുവാനുള്ള സുവർണ അവസരം ലഭിച്ചു. അങ്ങനെ രക്ഷിക്കപ്പെടുവാനും അവൻ്റെ നിസ്തുല്യ സ്നേഹം മനസ്സിലാക്കുവാനുമുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിച്ചു. ബാല്യത്തിൽ തന്നെ കർത്താവിനെ അറിയുന്നവർക്ക് ജീവിതാന്ത്യം വരെയും അവൻ കൃപാലുവായിരിക്കും. അതിരാവിലെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് ദിവസം മുഴുവൻ ഉറങ്ങുവാൻ പോകുമ്പോഴും അവൻ്റെ സാന്നിധ്യം അനുഭവപ്പെടും. യോസേഫിനെ അവൻ്റെ സഹോദരന്മാർ മിസ്രയീമ്യർക്ക് വിറ്റു. ഒരു അടിമയായിരിക്കുന്നത് ആ കാലത്തെ ഏറ്റവും കൈപ്പേറിയ അനുഭവമായിരുന്നു. ഇസ്മായേലിയരോടുകൂടെ മരുഭൂമിയിൽ യാത്ര വളരെ കഠിനമായിരുന്നു. അവൻ്റെ പിതാവ് നൽകിയ നിലയങ്കി അഥവാ ട്യൂണിക്, അതിനു പകരം അടിമയുടെ വേഷം യോസേഫ് ധരിച്ചു. അവന് നല്ലൊരു യജമാനനെ ലഭിച്ചു. ദൈവം യോസേഫിനോട് കൂടെയുണ്ടായിരുന്നു. നാം ഉൽപ്പത്തി പുസ്തകം 39:3-5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു: യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തൻ്റെ വീടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസേഫിൻ്റെ നിമിത്തം മിസ്രയീമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവന് യഹോവയുടെ അനുഗ്രഹമുണ്ടായി യോസേഫ് നിമിത്തം. യോസേഫിൻ്റെ ജീവിതത്തിൽ ഇതാ ഒരു പ്രതിസന്ധി, ക്രൈസിസ് വന്നു ഭവിക്കുന്നു. ഒരു പരീക്ഷാഘട്ടം അവൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചു. വഴുതി പോകാവുന്ന ആ സന്ദർഭത്തിൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. സദൃശവാക്യങ്ങൾ 2:18 നമ്മൾ വായിക്കുമ്പോൾ അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കലേക്കും ചാഞ്ഞിരിക്കുന്നു. പരീക്ഷയെ യോസേഫ് ജയിച്ചു. യോസേഫ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഉൽപ്പത്തി 39:9 ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത്
എങ്ങനെ എന്ന് യോസേഫ് ചോദിക്കുന്നു. പാപത്തിൽ വീണു പോകാതിരിക്കുവാനുള്ള ഏക പോംവഴി ഇതുമാത്രമാണ്. ആ സന്ദർഭത്തിൽ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുവാൻ പാടില്ല. യൗവന മോഹങ്ങളെ വിട്ട് ഓടുവീൻ എന്നാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഒരിക്കൽ ടെലിമാക്കസ് കാലിപ്സോ ദ്വീപിൽ തൻ്റെ പരാജയം നിശ്ചയമാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ വിശ്വസ്ത മന്ത്രി മേൻഡറിനെ വിളിച്ചു പറഞ്ഞു, ഫ്ലൈ ടെലിമാസ്കസ്, there remains no hope of victory but flight. ഓടിപ്പോക. യോസേഫ് തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ട് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അതിനുശേഷം അവനെ പിടിച്ച് തടവിലാക്കി, ജയിലിലാക്കി. അവിടെ കാരാഗൃഹത്തിൽ പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയും വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നം കണ്ടു. യോസേഫ് അവരോട് പറയുന്നത്, സ്വപ്നവ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? ഉൽപ്പത്തി 40:8. യോസേഫിൻ്റെ 30-ാം വയസ്സിൽ ഫറവോൻ്റെ മുമ്പാകെ നിന്നു എന്ന് നാം വായിക്കുന്നു. ഫറവോനൊരു ബഹുദേവ വിശ്വാസിയായിരുന്നു. അവൻ്റെ ദൈവം കാള, കൊക്ക്, ഉള്ളി പോലെയുള്ള ഒരിനം ചെടി തുടങ്ങിയവയെ ഫറവോൻ ആരാധിച്ചു. ഒരാൾ ഇതേപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, ഹാപ്പി പീപ്പിൾ ഹൂസ് ഗോഡ്സ് ഗ്രോ ഇൻ ദെയർ ഓൺ ഗാർഡൻ എന്നാണ്. അവരുടെ ദൈവം അവരുടെ സ്വന്തം തോട്ടത്തിൽ വളരുന്നു. യോസേഫ് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് ധൈര്യത്തോടെ പറഞ്ഞു. ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആരുമില്ല. മിസ്രയീമിലെ മന്ത്രവാദികൾക്കോ പ്രശ്നക്കാർക്കോ അങ്ങനെയുള്ളവർക്ക് ആർക്കും ആ സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. യോസേഫ് പറയുന്നത് എന്താണ്? ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും. ഉൽപ്പത്തി 41:16. ദൈവം യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മിസ്രയീമിൻ്റെ ഭരണാധികാരിയായി തീർന്നു. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി. ഉൽപ്പത്തി 41:38 വാക്യത്തിൽ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? 7 വർഷത്തെ കഠിനമായ ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം യോസേഫിന് ജ്ഞാനം നൽകി. മാത്രമല്ല, തൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും ഗോശൻ ദേശത്ത് കുടിയേറി പാർപ്പിക്കുന്നതിനും യോസേഫ് മുഖാന്തരം ഇടയായി. ദൈവം യോസേഫിനോടുകൂടി ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താണ് തെളിവ്? ദിവ്യ സാന്നിധ്യത്തിൻ്റെ സ്വാധീനതയാൽ യോസേഫ് ജീവിച്ചു. അവന് നേരിട്ട വലിയ പരീക്ഷയിൽ അവൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നതെങ്ങനെ? ദൈവത്തോട് പാപം ചെയ്യുന്നതെങ്ങനെ? ദാവീദ് പറഞ്ഞതെന്താണ്? സങ്കീർത്തനം 51:4 ദാവീദ് പറയുന്നത്, ദൈവത്തോട് പറയുന്നത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ദൈവസാന്നിധ്യം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഈ അറിവാണ് പാപം ചെയ്യാതിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വസ്തുത. നിൻ്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടെ പോകും? ദൈവസാന്നിധ്യം വിട്ട് നമുക്കെങ്ങും ഓടിപ്പോകാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നത്, പാപം ചെയ്യാതെ, ദുഷ്ടൻ തൊടാതെ. ഓരോ വിശ്വാസിയും തങ്ങളെ തന്നെ സൂക്ഷിക്കും. ദൈവത്തിൻ്റെ സാമീപ്യം
എപ്പോഴും അവൻ അനുഭവപ്പെടുന്നവനാണ് ഒരു വിശ്വാസി. മിസ്രയീമിലെ ക്ഷാമം വരും മുമ്പേ ഫറവോൻ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്തിനെ യോസേഫിനെ ഭാര്യയായി കൊടുത്തു. ദൈവം അവന് 2 പുത്രന്മാരെ നൽകി. ഒന്നാമത്തവൻ്റെ പേര് മനശ്ശെ എന്നാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. രണ്ടാമത്തെ മകനെ എഫ്രയീം എന്ന് പേരിട്ടു. ആ വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ പേരിൻ്റെ അർത്ഥം സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. മാത്രമല്ല യോസേഫ് തൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ. ദൈവം എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ. നാം ആരും ഇങ്ങനെ സ്വാഭാവികമായി നമ്മുടെ മക്കളെക്കുറിച്ച് പറയാറില്ല ദൈവം തന്ന മക്കളെന്ന്. എൻ്റെ മകൻ, എൻ്റെ മകൾ എങ്ങനെയാണ് നാം സാധാരണ പറയാറുള്ളത്. എന്നാൽ യോസേഫ് പറഞ്ഞത് ദൈവം എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്നാണ്. യോസേഫിൻ്റെ ജീവിതം അവൻ ഹൃദയശുദ്ധിയുള്ളവനായിരുന്നു. ആത്മാവിൽ യാതൊരു കാപട്യവും അവനില്ലായിരുന്നു. കർത്താവ് പറഞ്ഞല്ലോ മത്തായി 5:8, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവനായിരുന്നു യോസേഫ്. യാതൊരു കാപട്യവും ഇല്ലാത്തവൻ, നിഷ്കളങ്കനായിരുന്നു. നാം വായിക്കുന്നത് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവർ എവിടെ പാർക്കും? ഉന്നതത്തിൽ പാർക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവർ ഉന്നതത്തിൽ പാർക്കും. ഇന്ന് വിശ്വാസികളെന്ന് പറയുന്നവരിൽ തന്നെ ഈ 2 ഗുണങ്ങൾ വളരെ കുറവാണ്: വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. എന്നാൽ യോസേഫിനെ സംബന്ധിച്ച് അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ ഹൃദയശുദ്ധിയുള്ളവനായിരുന്നു, കാപട്യമില്ലാത്തവനായിരുന്നു. വിശ്വാസി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു. ഫിലിപ്പി ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നു. യോഹന്നാൻ 14:23 കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരെ ദൈവം സ്നേഹിക്കും, പിതാവ് സ്നേഹിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്. തൻ്റെ വിശുദ്ധന്മാരുടെ കാലടികളെ ദൈവം കാക്കുന്നു. പരീക്ഷാവേളയിൽ ദൈവം അവരെ അതിൽ നിന്ന് വിടുവിക്കും. വിശ്വാസികൾക്ക് നമുക്ക് പരീക്ഷയുണ്ട്. എന്നാൽ നാം അവനിൽ ആശ്രയിക്കിയാൽ പരീക്ഷയിൽ നിന്ന് ദൈവം വിശ്വാസിയെ വിടുവിക്കും. നമുക്കെല്ലാം അത് അനുഭവമുള്ള കാര്യങ്ങളാണ്. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്, യോസേഫ് ഏത് സാഹചര്യത്തിലായിരുന്നാലും ഡിലിജൻസ് ആയിരുന്നു, ശുഷ്കാന്തിയുള്ളവനായിരുന്നു. വളരെ ശുഷ്കാന്തിയുള്ളവനായിരുന്നു യോസേഫ്. പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ അത് ഹൊറിബിളായിട്ട്, ഭയാനകമായിട്ട് യോസേഫിന് തോന്നിയില്ല. എന്താണ് കാരണം? ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ മിസ്രയീമ്യരുടെ കച്ചവട സംഘത്തോടൊപ്പം അടിമയായി പോയപ്പോഴും ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അതിനാൽ യോസേഫ് ഏത് സാഹചര്യത്തിലും വളരെ സുരക്ഷിതനായിരുന്നു. പോത്തീഫറിൻ്റെ ഭവനത്തിൽ താൻ അലസനായി കഴിഞ്ഞില്ല. ശുഷ്കാന്തിയോടെ അവൻ പ്രവർത്തിച്ചു. അതുപോലെ ജയിലിൽ കിടന്നപ്പോൾ ഉന്മേഷത്തോടെ കഴിഞ്ഞു.
ഒരു സങ്കടവും അവൻ പുറമേ കാണിച്ചില്ല. അവൻ ഫറവോന് പെറ്റീഷൻ അയച്ചില്ല. ഫറവോൻ അവനെ ഉന്നത സ്ഥാനത്ത് ആക്കി വെച്ചപ്പോൾ അഹങ്കരിച്ചില്ല. മിസ്രയീമിലെല്ലായിടത്തും യോസേഫ് സഞ്ചരിച്ചു. അത്ഭുതകരമായ എക്കണോമിക് പോളിസി മൂലം ക്ഷാമം വന്നപ്പോൾ ജനങ്ങൾക്ക് യോസേഫ് ഭക്ഷണം നൽകി അവരെ രക്ഷിച്ചു. രാജ്യം മുഴുവനും വ്യക്തിപരമായി മേലന്വേഷണം നടത്തി, അഥവാ ഇൻസ്പെക്റ്റ് ചെയ്തു. യോസേഫിന് കരുണാർദ്രമായ ഒരു ടെൻഡർ ഹാർട്ട്, ഹൃദയവും ഉണ്ടായിരുന്നു. കരുണാർദ്രമായ ഹൃദയം, മനസ്സലിവുള്ള ഹൃദയം. അതുപോലെ അവൻ സഹതാപമുള്ളവനായിരുന്നു, സിമ്പതി മറ്റുള്ളവരോട് കാണിക്കുന്നവനായിരുന്നു. തൻ്റെ സഹോദരന്മാരോട് യോസേഫ് എന്താണ് പറഞ്ഞത്? ഉൽപ്പത്തി 45-ൻ്റെ 7-8 വാക്യങ്ങളിൽ സഹോദരന്മാരോട് പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവന് ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. യോസേഫ് സഹോദരന്മാരോട് പറഞ്ഞ വേറൊരു കാര്യം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി 45-ൻ്റെ 5. സഹോദരന്മാരോട് പറയുകയാണ്. 4-ാം വാക്യത്തിൽ യോസേഫ് സഹോദരന്മാരോട് ഇങ്ങോട്ടടുത്ത് വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫാകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദൈവം മഹത്തായത് ചെയ്യുവാൻ യോസേഫിനെ ബലപ്പെടുത്തി, ശക്തീകരിച്ചു. ശരിയായത് മാത്രം യോസേഫ് ചെയ്തു, ശരിയായത് മാത്രം. അവൻ ഉത്കൃഷ്ടനായി വിളങ്ങി, സ്പ്ലെൻഡിഡ്. അവൻ ശുഭമായി ജീവിച്ചു. ദൈവത്തിൻ്റെ എതിരാളികൾ, അഡ്വേഴ്സറീസ്, നമ്മുടെയും എതിരാളികളാണ്. പ്രതിയോഗികൾ എന്നും പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. എതിരാളികൾക്ക് പ്രതിയോഗികളാണ്. ദൈവത്തിൻ്റെ എതിരാളികൾ നമ്മുടെയും എതിരാളികളാണ്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദുഷ്ട സ്ത്രീകൾ അവരുടെ മേൽ കണ്ണു പതിപ്പിക്കും. അപകീർത്തിയിൽ നിന്ന് അവർ സ്വതന്ത്രരല്ല. ദൈവദാസന്മാരെക്കുറിച്ച് അപകീർത്തി പറയും, വസ്തുത ഇല്ലാത്ത കാര്യങ്ങൾ. അവരതിൽ സ്വതന്ത്രരല്ല. യോസേഫ് ജീവിതത്തിൽ വളരെ സന്തുഷ്ടിയുള്ളവനായിരുന്നു. ഇസ്രായേൽ ഗോത്രത്തിൽ യോസേഫിന് ഇരട്ടി അവകാശം ലഭിച്ചു. ഇരട്ടി അവകാശം. യോസേഫ് മിസ്രയീമിലായിരിക്കുമ്പോൾ മിസ്രയീമ്യർ വളരെ വിലപിടിപ്പുള്ള കല്ലറ അവന് വേണ്ടി പണിയിപ്പിച്ചു. അവ ഇന്നുവരെയും അവിടെയുണ്ട്. യോസേഫിന് വേണ്ടി പണി കഴിപ്പിച്ച കല്ലറ അനേക നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും. എന്നാൽ ആ കല്ലറയിൽ അവൻ്റെ ശരീരം ഇല്ല. അവൻ്റെ ശരീരം ഇല്ല. ലേവി ഗോത്രത്തെ ദൈവിക ശുശ്രൂഷയിൽ നിന്ന് മാറ്റിയിട്ട് യോസേഫിൻ്റെ മക്കളായ മനശ്ശെയും എഫ്രയീമും 2 ഗോത്ര പിതാക്കന്മാരായി തീർന്നു. യോസേഫ് 130 വർഷം ജീവിച്ചിരുന്നു. അവൻ മരിച്ചപ്പോൾ
അവർ അവന് സുഗന്ധവർഗം ഇട്ടു. മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മോശ യോസേഫിൻ്റെ അസ്ഥികളും എടുത്തുകൊണ്ട് പോകുന്നതായി ബൈബിളിൽ എഴുതിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 13:19 നാം അത് വായിക്കുന്നു. യോസേഫിൻ്റെ ജീവിതം ഏത് കാലത്തുമുള്ള ദൈവഭക്തന്മാർക്ക്, വിശ്വാസികൾക്ക് വളരെ മാതൃകയായിട്ടിരിക്കുന്നു. യോസേഫിൻ്റെ നിഷ്കളങ്കമായ ജീവിതം, യോസേഫിൻ്റെ ദൈവഭക്തി, അവൻ്റെ അചഞ്ചലമായ ദൈവത്തിലുള്ള വിശ്വാസം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏത് കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് ഒരു മാതൃകയായി തീർന്നിരിക്കുകയാണ്. നാം എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളണം, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്ന് നാം വായിക്കുന്നു. ദൈവവചനത്തിലുള്ള അനേക വ്യക്തികളുടെ പഠനം നമ്മുടെ ജീവിതത്തിന് വളരെ പ്രോത്സാഹജനകമാണ്. അവരുടെ ജീവിതത്തിലെ പരാജയം, പാപം, അതൊക്കെ നമുക്കൊരു മുന്നറിവാണ്. അവർക്ക് കിട്ടിയ പാപത്തിൻ്റെ ഫലങ്ങളൊക്കെ വചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പാപം ചെയ്യാതെ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ അതൊക്കെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പഴയ നിയമത്തിലെ ആയാലും പുതിയ നിയമത്തിലെ ആയാലും വ്യക്തികളുടെ പഠനം നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. യോസേഫിൻ്റെ ജീവിതം നമ്മൾ ഓരോരുത്തരും ബാല്യത്തിൽ തന്നെ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞും യോസേഫിൻ്റെ ജീവിതം നമ്മോടെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നിലയിൽ നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ചിലവഴിപ്പാൻ നൽകിയ ഈ സമയത്തിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.